പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ലോകം അതിനിർണായകമായ ദിനങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പലസ്തീനിലെ ജനങ്ങളെ കൂട്ടക്കൊല ചെയ്യാനുള്ള ദൃഢനിശ്ചയത്തോടെ ഒരു ഭാഗത്ത് ഇസ്രായേലി ഭരണകൂടം സൈനിക സന്നാഹങ്ങളും ആക്രമണങ്ങളും നടത്തുമ്പോൾ ലോക ജനാധിപത്യത്തിൻ്റെ കാവൽക്കാരായ ഐക്യരാഷ്ട്രസഭ, അതിന് നേതൃത്വം നൽകുന്ന വൻശക്തികൾ ഇപ്പോഴും ക്രിയാത്മകമായി യാതൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പലസ്തീനിലെ പിഞ്ചു കുഞ്ഞുങ്ങളെയും കുട്ടികളെയും ഉമ്മമാരെയും ചെറുപ്പക്കാരെയും മുഴുവൻ ജനതയെയും ഇസ്രായേലി പട്ടാളത്തിൻ്റെ കൂട്ടക്കൊലയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ പലസ്തീനിൽ നിന്ന് വരുന്ന വാർത്തകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. പലസ്തീനിലെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന അൽ ജസീറ, അസോസിയേറ്റ് പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളുടെ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളെപ്പോലും ബോംബ് വെച്ച് തകർത്തുകൊണ്ട് വലിയ യുദ്ധ കുറ്റങ്ങളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പലസ്തീനിലെ ജനങ്ങളുടെ അഭിമുഖങ്ങൾ ഈ കഷ്ടത അനുഭവിക്കുന്ന ഘട്ടത്തിലും ആത്മവീര്യം നഷ്ടപ്പെടാതെ പോരാടിക്കൊണ്ടിരിക്കുന്ന പലസ്തീൻ ജനതയുടെ, പലസ്തീൻ സമൂഹത്തിലെ, ഗസയിലെ ജനങ്ങളിൽ ചിലരുടെ അഭിമുഖങ്ങൾ ഞാൻ അൽ ജസീറ TV-യിൽ കാണുകയുണ്ടായി. മരണത്തോട് മുഖാമുഖം നിൽക്കുമ്പോഴും എന്തു വന്നാലും ശരി, ഈ ഭരണകൂടത്തോട് ഞങ്ങൾ പൊരുതി തന്നെ നിൽക്കും എന്നുള്ള നിശ്ചയദാർഢ്യം ലോകമൊട്ടുക്കുമുള്ള മനുഷ്യർക്ക്, മാനവികതയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന, മനുഷ്യൻ്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്ന, ജീവിക്കാനുള്ള അവകാശത്തിനു വേണ്ടി ഇപ്പോഴും ലോകത്തിൻ്റെ നാനാഭാഗത്തും പോരടിച്ചു കൊണ്ടിരിക്കുന്ന ജനകോടികൾക്ക് വലിയ ആവേശം തന്നെയാണ് പകർന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ നമ്മൾ വളരെ പ്രധാനമായി കാണേണ്ട ഒരു വിഷയം, പലസ്തീനിൽ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടുകാലമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഭരണകൂട ഭീകരതയുടെ, വംശീയ ഉന്മൂലനത്തിൻ്റെ ഒക്കെ ചരിത്രം പറയുമ്പോൾ സാമൂഹ്യ ശാസ്ത്രജ്ഞരും രാഷ്ട്രീയ നേതാക്കളുമെല്ലാം അതിനെ പലസ്തീൻ പ്രശ്നം എന്നാണ് വിളിക്കാറുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ ഇത് പലസ്തീൻ പ്രശ്നമല്ല, ഇത് ഇസ്രായേലിൻ്റെ പ്രശ്നമാണ്. ഇസ്രായേലാണ് പ്രശ്നം. പലസ്തീൻ പ്രശ്നം എന്ന് പറയുമ്പോൾ പലസ്തീനികൾ പ്രശ്നകാരിയായ എന്തോ രാഷ്ട്രീയ പ്രവർത്തനം, മുദ്രാവാക്യം, പ്രശ്നകാരിയായ സമൂഹമാണ് എന്നൊരു ധ്വനി വരുത്തി തീർക്കാൻ അത് പലപ്പോഴും കാരണമായിട്ടുണ്ട്. അതുകൊണ്ടാണ് 1964 സ്വതന്ത്ര പലസ്തീൻ മതേതര ജനാധിപത്യ പലസ്തീൻ റിപ്പബ്ലിക് എന്ന ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ രൂപം കൊണ്ടപ്പോൾ അത് ഭീകര സംഘടനയാണ് എന്ന് അമേരിക്കൻ സാമ്രാജ്യത്വം ചിത്രീകരിച്ചത്. യഥാർത്ഥത്തിൽ നിങ്ങൾ പലസ്തീൻ ഭൂപ്രദേശത്ത് ഇസ്രായേൽ എന്നുള്ള ഒരു രാഷ്ട്രത്തെ കുടിയിരുത്തിയതിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ 400 കൊല്ലക്കാലത്തെ ലിബറൽ ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വിരോധാഭാസം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ലിബറൽ ജനാധിപത്യം മതരാഷ്ട്രത്തെയും മതത്തിൻ്റെ രാഷ്ട്രീയത്തെയും 4 നൂറ്റാണ്ടുകളായി സൈദ്ധാന്തികമായും
പ്രായോഗികമായും വിമർശിക്കുകയും എതിർക്കുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യത്തിൻ്റെ പേരാണ്. ആ ലിബറൽ ജനാധിപത്യത്തിൻ്റെ രാഷ്ട്രീയ വക്താക്കളായ ഭരണകൂടങ്ങളാണ് 1917 തന്നെ പലസ്തീൻ ഭൂപ്രദേശത്ത് ജൂതരാഷ്ട്രം സ്ഥാപിക്കുവാനുള്ള പരിപാടിയിലേക്ക് മുന്നിട്ടിറങ്ങിയത്. 1917 പലസ്തീൻ പലസ്തീനിൽ ജൂതരാഷ്ട്രം രൂപീകരിക്കണം എന്നുള്ള ആശയം ബാൽഫർ ഡിക്ലറേഷനിൽ 1917 നവംബർ 2 ബാൽഫർ ഡിക്ലറേഷനിൽ ഉൾപ്പെടുന്നതാണ്. ലീഗ് ഓഫ് നാഷൻസ് ആണ്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ലീഗ് ഓഫ് നാഷൻസ് ആണ് ഈ പ്രദേശത്തെ, മുമ്പ് ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന ഈ പ്രദേശം ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ കൊണ്ടുവന്നത്. ബ്രിട്ടീഷ് മാൻഡേറ്റ് എന്നാണ് പറയുക. ആ ബ്രിട്ടീഷ് മാൻഡേറ്റിൽ അതിലുള്ളൊരു പ്രൊവിഷനാണ് ജൂതരാഷ്ട്രം ഉണ്ടാക്കുക എന്നുള്ളത്, ഇസ്രായേൽ എന്നുള്ള രാഷ്ട്രം ഉണ്ടാക്കുക എന്നുള്ളത്, ജൂതന്മാർക്കൊരു ഹോംലാൻഡ് ഉണ്ടാക്കുക എന്നുള്ളത്. എന്തായിരുന്നു അന്ന് അവിടുത്തെ ജനസംഖ്യ? അന്ന് 78% മുസ്ലിങ്ങളും ഏതാണ്ട് 11% ജൂത മതസ്ഥരും 10% ക്രിസ്ത്യാനികളുമായിരുന്നു. അപ്പോൾ 78% മുസ്ലിങ്ങൾ അറബി മുസ്ലിങ്ങൾ അധിവസിക്കുന്ന ഒരു പ്രദേശത്ത് 10% വരുന്ന ജൂത വിഭാഗക്കാർക്ക് വേണ്ടി ഒരു രാഷ്ട്രമുണ്ടാക്കാൻ ലീഗ് ഓഫ് നാഷൻസ് തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദേശീയ രാഷ്ട്രങ്ങളെക്കുറിച്ച് ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം യൂറോപ്യൻ ചരിത്രത്തിന്റെ ഭാഗമായി മാറിയ ദേശീയ രാഷ്ട്രത്തെക്കുറിച്ചുള്ള ലിബറൽ സിദ്ധാന്തത്തിന്റെ നേർനിഷേധമാണ് ഇവിടെ സംഭവിച്ചത്. ന്യൂനപക്ഷത്തിന് വേണ്ടി ഒരു രാഷ്ട്രമുണ്ടാക്കുക, ഭൂരിപക്ഷത്തെ ആ രാഷ്ട്രത്തിൽ നിന്ന് പുറത്താക്കുക. ഇതാണ് ലീഗ് ഓഫ് നാഷൻസിന്റെ ഏറ്റവും വിവാദപരമായ തീരുമാനം. ബാൽഫർ ഡിക്ലറേഷനിൽ അന്ന് അവിടെ താമസിക്കുന്ന ജൂതരല്ലാത്ത മറ്റു വിഭാഗങ്ങൾക്ക് പൗരാവകാശങ്ങൾ, സിവിൽ റൈറ്റ്സ് ഉണ്ടായിരിക്കുമെന്നാണ് എഴുതിയത്, പൊളിറ്റിക്കൽ റൈറ്റ്സ് അല്ല. ഇപ്പൊ 2017 ബ്രിട്ടീഷ് ഗവൺമെന്റ് അതിന്റെ പേരിൽ റിഗ്രറ്റ് ചെയ്തിട്ടുണ്ട്. പൊളിറ്റിക്കൽ റൈറ്റ്സിനെ കുറിച്ച്, അതായത് ആ പ്രദേശത്തെ ജനവിഭാഗങ്ങൾക്ക് രാഷ്ട്രീയമായ അസ്തിത്വമുണ്ട്, അവകാശമുണ്ട് എന്ന കാര്യത്തിൽ പോലും ലീഗ് ഓഫ് നാഷൻസ് ലിബറൽ ജനാധിപത്യത്തിന്റെ ദേശരാഷ്ട്ര സങ്കല്പങ്ങളുടെ സൈദ്ധാന്തികവും പ്രായോഗികമായ അടിത്തറയെ തന്നെ പൊളിച്ചടുക്കിക്കൊണ്ടാണ് സത്യത്തിൽ ഈ രാഷ്ട്രം ഉണ്ടാവുന്നത്. പിന്നീട് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് 1948 ഔദ്യോഗികമായി ഇങ്ങനെ ഒരു രാഷ്ട്രം സ്ഥാപിക്കപ്പെടുന്നതെങ്കിലും നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം 1922 1945 ഇടക്ക് ജൂതരാഷ്ട്രം ഉണ്ടാകുന്നതിന് മുമ്പ് അവിടുത്തെ ജൂത ജനസംഖ്യയിലുണ്ടായിട്ടുള്ള വർധനവ്, ആ വർധനവ് ജനസംഖ്യാ വർധനവ് കൊണ്ടുണ്ടായതല്ല. 10% നിന്ന് 1945 ആവുമ്പോഴേക്കും 30%, 30-ലധികം ശതമാനത്തിലേക്ക് അവിടുത്തെ ജനസംഖ്യയിൽ വലിയ മാറ്റം ഉണ്ടായി. ഇത് ഇത്രയും കാലത്തിനിടക്ക് സ്വാഭാവികമായി ഒരു ജനവിഭാഗം പെറ്റുപെരുകി അവരുടെ ഫെർട്ടിലിറ്റി റേറ്റ് കൂടിയതിൻ്റെ ഭാഗമായിട്ടല്ല. ഈ വെസ്റ്റേൺ ജനാധിപത്യ രാഷ്ട്രങ്ങൾ
വെസ്റ്റേൺ ഇമ്പീരിയലിസ്റ്റ് രാഷ്ട്രങ്ങൾ, സാമ്രാജ്യത്വ രാഷ്ട്രങ്ങൾ, അവരുടെ മുൻകൈയിൽ ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള ഈ യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ ജീവിച്ചിരുന്ന ജൂത മത വിഭാഗങ്ങളെ അവരുടെ ചെലവിൽ ഇസ്രായേലിൽ കൊണ്ടേ കുടിയിരുത്തുകയായിരുന്നു. അപ്പം ഇങ്ങനെ വളരെ കൃത്രിമമായി രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇങ്ങനെ വളരെ കൃത്രിമമായി ഒരു തരത്തിലുള്ള ലിബറൽ ഡെമോക്രാറ്റിക് മര്യാദകൾക്കും പാരമ്പര്യത്തിനും സിദ്ധാന്തത്തിനും ഒന്നും യോജിക്കാത്ത വിധത്തിൽ ഒരു മതരാഷ്ട്രം അവിടെ കെട്ടിപ്പടുക്കുകയുണ്ട്. നമ്മളതിനെ മതരാഷ്ട്രം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇസ്രായേൽ ഒരു യൂറോപ്യൻ രാഷ്ട്രമാണ്. യൂറോപ്പിന് വേണ്ടി യൂറോപ്പ് ഉണ്ടാക്കിയ, യൂറോപ്പ് കൃത്രിമമായി നിർമ്മിച്ചെടുത്ത ഒരു രാഷ്ട്രമാണ്. ആ രാഷ്ട്ര നിർമ്മിതിക്ക് യൂറോപ്പ് മാനദണ്ഡമായി സ്വീകരിച്ചത് ആ പ്രദേശത്തെ ജനങ്ങളുടെ ജനസംഖ്യാപരമായ ഇക്വേഷൻ അല്ല, മറിച്ച് സയനിസ്റ്റ് സൈദ്ധാന്തികർ, സയനിസ്റ്റ് നേതാക്കൾ അവകാശപ്പെടുന്ന വിധത്തിൽ അവരുടെ മതപരമായ വിശ്വാസത്തിൻ്റെ ഭാഗമായി സാങ്കല്പികമായ ഒരു പ്രോമിസ്ഡ് ലാൻഡ് നിലനിൽക്കുന്നുണ്ട്. ആ മതവിശ്വാസത്തിൻ്റെ സങ്കല്പങ്ങളെ നിദാനമാക്കി സ്വീകരിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു രാഷ്ട്ര നിർമ്മിതി ഉണ്ടാവും. ഞാൻ ഇത്രയും പറയാൻ കാരണം 48-ന് ശേഷം അല്ലെങ്കിൽ 48-ന് മുമ്പ് തന്നെ 1930-കളിൽ തന്നെ പലസ്തീൻ ഭൂപ്രദേശത്ത് അറബികൾക്കിടയിൽ ദേശീയ പ്രസ്ഥാനവും ദേശീയ വിമോചനത്തെക്കുറിച്ചുള്ള ചിന്തകളും ജനാധിപത്യ പലസ്തീൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിനെ കുറിച്ചുള്ള വിഭാവനങ്ങളൊക്കെ രൂപപ്പെട്ടിരുന്നു. ആ കാലത്താണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന ആ കാലത്താണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 1939-ൽ മതേതര ജനാധിപത്യ പലസ്തീൻ റിപ്പബ്ലിക്കിന് നിരുപാധികമായ പിന്തുണ പ്രഖ്യാപിക്കുകയും അവിടെ ഉയർന്ന് യൂറോപ്യൻ ശക്തികൾ പരിപാടിയിട്ടിരുന്ന ഈ മതരാഷ്ട്രത്തെ ശക്തിയുക്തം എതിർക്കുകയും ചെയ്തു. നിങ്ങൾക്കത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം നോക്കിയാൽ അറിയാം. മഹാത്മാഗാന്ധി അടക്കമുള്ള ആളുകൾ ഇതിനെതിരായിരുന്നു. അതാണ് ഇന്ത്യ ഗവൺമെന്റ്, ഇന്ത്യൻ രാഷ്ട്രീയം വളരെ കാലം 1992-ൽ നരസിംഹറാവു ഇസ്രായേലിന് പരവതാനി വിരിക്കുന്നതുവരെ ഇന്ത്യൻ രാഷ്ട്രീയം സ്വീകരിച്ചു പോകുന്ന സമീപനം അതായിരുന്നു. ഞാൻ പറയുന്നത് പലസ്തീൻ വിമോചനം അല്ലെങ്കിൽ പലസ്തീനിലെ രാഷ്ട്രസങ്കല്പം PLOന് മുമ്പും PLO രൂപീകരിച്ചതിന് ശേഷം ഉയർത്തിപ്പിടിച്ച രാഷ്ട്രസങ്കല്പം മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കിന്റെ രാഷ്ട്രസങ്കല്പമാണ്. PLO എന്ന് പറഞ്ഞാൽ അതിൽ അൽഫത്ത, യാസർ അറാഫത്ത് നേതൃത്വം നൽകുന്ന അൽഫത്ത പ്രധാന കക്ഷിയായിരുന്നു. അതിനു പുറമെ ജോർജ് അബ്ബാസ്, ബാത്ത് പാർട്ടി തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് കക്ഷികളാണ്. ഇങ്ങനെ 4-5 കക്ഷികൾ കൂടിയതാണ് പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആയിരുന്നു. അതിനു വേണ്ടിയാണ് ഇവര് പോരാട്ടം നടത്തിയത്. ബ്രിട്ടീഷ് കോളനിക്കെതിരെ എങ്ങനെയാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നടന്നത്, അമേരിക്കക്കാർ പോരാടിയത്, അതിനേക്കാൾ അല്ലെങ്കിൽ അതേ വീറും വാശിയും തന്നെയാണ് പലസ്തീനിലെ അറബികൾക്ക് ഉണ്ടായിരുന്നത്. ആ സംഘടനയെ, യാസർ അറാഫത്തിനെ, PLOവിനെ ഭീകരവാദി എന്ന് വിളിക്കുകയും 21 വർഷക്കാലം പലസ്തീനിലേക്ക് പ്രവേശനം നിഷേധിക്കുകയും ചെയ്തു ഈ യൂറോപ്യൻ കൊളോണിയൽ ശക്തികൾ. ഇസ്രായേലിന്റെ രൂപീകരണത്തിന് ശേഷം ഇസ്രായേലിനെ യൂറോപ്യൻ കൊളോണിയലിസത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അപ്പൊ യൂറോപ്യൻ കൊളോണിയലിസം 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ജനകീയ വിമോചന സമരങ്ങളുടെ ഭാഗമായി ആട്ടിയോടിക്കപ്പെട്ട പാശ്ചാത്യ സാമ്രാജ്യത്വ ശക്തികൾ അവരുടെ പ്രേതത്തെ
യഥാർത്ഥത്തിൽ പലസ്തീൻ ഭൂപ്രദേശത്ത് പലസ്തീൻ ടെറിട്ടറിയിൽ കുടിയിരുത്തുകയാണ്. ഇതാണ് ഇസ്രായേൽ രാഷ്ട്രം. അതുകൊണ്ട് ഈ രാഷ്ട്രം, ഈ ഗവൺമെന്റ് പ്രതിനിധാനം ചെയ്യുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ജൂതമതത്തെയോ ജൂതമതവിശ്വാസികളെയോ അല്ല. ഈ ഗവൺമെന്റ് പ്രതിനിധാനം ചെയ്യുന്നത് പാശ്ചാത്യ സാമ്രാജ്യത്വത്തിൻ്റെ ഏറ്റവും വിധ്വംസകമായ രൂപത്തെയാണ്. ലോക ജനാധിപത്യത്തെ ലീഗ് ഓഫ് നേഷൻസ് പൊളിഞ്ഞതിന് ശേഷം പിന്നീട് ഐക്യരാഷ്ട്രസഭ രൂപീകരിച്ചു. 1948 ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ നിയമങ്ങൾ കൊണ്ടുവരുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോക ജനാധിപത്യത്തിൻ്റെ പൊതുവായ തീരുമാനങ്ങളോ ലോകരാഷ്ട്രങ്ങളുടെ പൊതുവായ തീരുമാനങ്ങളോ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച മനുഷ്യാവകാശ നിയമങ്ങളോ മനുഷ്യന്റെ അന്തസ്സിനും മനുഷ്യന്റെ ജീവിക്കാനുള്ള അവകാശത്തിനും വേണ്ടി ആ അവകാശം ഊട്ടിയുറപ്പിക്കുന്ന അന്താരാഷ്ട്ര തത്വങ്ങളോ ഒന്നും തന്നെ ഈ ഗവൺമെന്റ് ഒരു കാലത്തും മാനിച്ചിട്ടില്ല. ഇതാണ് നമ്മൾ കാണേണ്ട ഒരു വസ്തുത. ഇപ്പൊ ഏറ്റവും അടുത്ത കാലത്ത് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രവർത്തകർക്ക് വിസ നിഷേധിച്ചിരിക്കുകയാണ്. എന്താണ് കാരണം? വെസ്റ്റ് ബാങ്കിലുള്ള അനധികൃതമായി വെസ്റ്റ് ബാങ്കിൽ നടക്കുന്ന വ്യവസായങ്ങളെക്കുറിച്ച്, കമ്പനികളെക്കുറിച്ച് ഈ മനുഷ്യാവകാശ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തു. പ്രവർത്തകർക്ക് മാത്രമല്ല, ഡയറക്ടർക്ക് പോലും വിസ കൊടുക്കുന്നില്ല. 2009 നമുക്കറിയാം, ഇതുപോലെ ഇതിനേക്കാൾ ഭീകരമായ രീതിയിൽ 2009 വലിയ കടന്നാക്രമണം ഗസയിൽ നടത്തുകയുണ്ടായി. വിഷവാതകങ്ങളടക്കം, പോയ്സൺ ബോംബടക്കം ഉപയോഗിച്ചു എന്നുള്ള ആരോപണം വന്നു. അന്ന് ഐക്യരാഷ്ട്രസഭ കൂടി ഗോൾഡ് സ്റ്റോൺ കമ്മീഷൻ എന്നുള്ളൊരു കമ്മീഷനെ നിയോഗിച്ചു. 4 അംഗ കമ്മീഷൻ. ഗോൾഡ് സ്റ്റോൺ ആയിരുന്നു ആ കമ്മീഷന്റെ ചെയർമാൻ. ആ കമ്മീഷനിലെ മറ്റംഗങ്ങൾ മറ്റു 3 പേർ, ഇവരെല്ലാവരും തന്നെ വളരെ സൂക്ഷ്മമായി പരിശോധിച്ച് 2009 ഇസ്രായേലി പട്ടാളത്തിന്റെ ഭാഗത്ത് നിന്ന് വലിയ തോതിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്നിട്ടുണ്ട്, ഹമാസിന്റെ ഭാഗത്ത് നിന്ന് നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയുണ്ടായി. ഹമാസ് അത് അന്വേഷിക്കണം എന്ന് ഹമാസ് ആവശ്യപ്പെട്ടപ്പോൾ ഇസ്രായേലി ഗവൺമെന്റ് അത് ഇസ്രായേലിനെതിരെയുള്ള ഗൂഢാലോചനയാണെന്നും പറഞ്ഞ് ഈ റിപ്പോർട്ടിനെ തന്നെ തള്ളിക്കളയാണ് ചെയ്തത്. പിന്നീട് അതിന്റെ കമ്മീഷൻ ചെയർമാനായിരുന്ന ഗോൾഡ് സ്റ്റോൺ 2011 തിരുത്തി പറഞ്ഞു. ആദ്യം പറഞ്ഞതിൽ നിന്ന് പിൻവാങ്ങി. ഇതാണ് ലോക വൻശക്തി രാഷ്ട്രീയം. അദ്ദേഹം പിൻവാങ്ങിയപ്പോഴും കമ്മീഷനിലുണ്ടായിരുന്ന മറ്റു 3 അംഗങ്ങൾ അവർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ കണ്ടെത്തലിൽ തന്നെ ഉറച്ചു നിന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ലോക ജനാധിപത്യം? ഐക്യരാഷ്ട്രസഭ 17 പ്രമേയങ്ങളാണ് ഇസ്രായേലിനെതിരെ പാസ്സാക്കിയിട്ടുള്ളത്. 17 പ്രമേയങ്ങൾ. 48 ശേഷം 17 പ്രമേയങ്ങളാണ്. ഈ പ്രമേയങ്ങളുടെ അന്തസ്സത്ത എന്താണ്? ഇസ്രായേലിന് അവകാശപ്പെടാതെ, ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിച്ചതിന് ശേഷം പിന്നീടുണ്ടായിട്ടുള്ള 6 ഡേ വാർ, 67 യുദ്ധം, 73 യുദ്ധം, ഈ സമയത്തൊക്കെ ഇസ്രായേൽ പിടിച്ചെടുത്ത ഭാഗങ്ങളിൽ നിന്ന് പിൻവാങ്ങണം, പലസ്തീൻകാരുടെ ഭൂമി കൈയേറാൻ പാടില്ല, അവിടെ അനധികൃതമായ നിർമ്മാണങ്ങൾ നടത്താൻ പാടില്ല, ഇതൊക്കെ യുഎന്റെ ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങളാണ്. ഇതിനെതിരെ ശക്തമായ ജനറൽ അസംബ്ലിയിൽ പ്രമേയങ്ങൾ വന്നിട്ടുണ്ട്. അത് 22, 34 എന്നൊക്കെ ആളുകൾ പറയും എന്റെ നമ്പർ. ഈ പ്രമേയങ്ങളെല്ലാം വന്നിട്ടും ഈ ഐക്യരാഷ്ട്രസഭ
ഐക്യരാഷ്ട്രസഭയിലെ അംഗങ്ങളിൽ 135 അംഗങ്ങൾ പലസ്തീൻ ഒരു രാഷ്ട്രമാണെന്ന് അംഗീകരിക്കുന്നവരാണ്. ഐക്യരാഷ്ട്രസഭ തന്നെ പലസ്തീനെ ക്ഷണിതാവാക്കിയിട്ടുണ്ട്. ഇങ്ങനെ 135 അംഗങ്ങൾ ലോകരാഷ്ട്രങ്ങൾ അംഗീകരിക്കുന്ന ഒരു രാഷ്ട്രത്തിന് നേരെ നടക്കുന്ന കടന്നാക്രമണങ്ങളാണ്. ഒരേ സമയം ജനങ്ങളുടെ ഭൂമി ചോരണം ചെയ്യുക. ഇപ്പൊ അടുത്ത ദിവസങ്ങളിൽ ഇപ്പോ ഷെയ്ഖ് ജറയിലുണ്ടായിട്ടുള്ള സംഭവത്തിൽ അത് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരു കുടുംബത്തിന്റെ, പലസ്തീനിലെ ഒരു കുടുംബത്തിന്റെ, കിഴക്കൻ ജെറുസലേമിലെ പലസ്തീനിലെ ഒരു കുടുംബത്തിന്റെ വീടിന്റെ പുറകുവശത്തുള്ള ഭൂമി ഒരു മധ്യവയസ്കനായ ഒരു ജൂത പൗരൻ, അയാൾ അമേരിക്കൻ ആക്സന്റാണ് സംസാരിക്കുന്നത്. അത് വളരെ കൃത്യമായി TV പറയുന്നുണ്ട്. അയാൾ എന്താ ചെയ്യുന്നത്? അയാൾ വരെ ഭൂമി കയ്യേറുകയാണ്, വളച്ചു കെട്ടുകയാണ്. അപ്പൊ ഈ സ്ത്രീ പറയാണ്, ജേക്കബ്, യു ആർ സ്റ്റീലിംഗ് മൈ ലാൻഡ്. അപ്പൊ ഇയാളെ മറുപടിയാണ് രസം. സോ വാട്ട്, ഞാനല്ലെങ്കിൽ ഇഫ് നോട്ട് മീ സംബഡി എൽസ് വിൽ സ്റ്റീൽ യുവർ ലാൻഡ്. എന്ന് വെച്ചാൽ പലസ്തീനികളുടെ ഭൂമിയിലുള്ള അവരുടെ ഉടമസ്ഥാവകാശം ആളുകൾക്ക്, ലോകത്തുള്ള അമേരിക്കയിലുള്ള യൂറോപ്യൻ ജൂതന്മാർക്ക് മോഷ്ടിക്കാൻ വേണ്ടി തുറന്നു വെച്ചിരിക്കുകയാണെന്നാണ് അയാൾ പറഞ്ഞതിൻ്റെ അർത്ഥം. അത്രയും എന്താ ഇതിൻ്റെ അർത്ഥം? നിങ്ങളുടെ ഭൂമി ഞാനല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇത് മോഷ്ടിക്കും, പിന്നെ ഞാൻ മോഷ്ടിക്കുന്നതിന് നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട്? എന്ന് വെച്ചാൽ ഇത് മോഷ്ടാക്കൾക്കുള്ള ഭൂമിയാണ്, കയ്യേറ്റക്കാർക്കുള്ള ഭൂമിയാണ്. ഞാൻ കയ്യേറിയില്ലെങ്കിൽ വേറെ ആരെങ്കിലും കയ്യേറും. അപ്പം ഞാൻ കയ്യേറുന്നതുകൊണ്ട് നിങ്ങൾ എന്തിനാണ് ദേഷ്യപ്പെടുന്നതെന്ന് അയാൾ വളരെ കൂളായിട്ട് ചോദിക്കുകയാണ്. എന്തുകൊണ്ടാണ് അന്താരാഷ്ട്ര കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ വൻശക്തികൾ ആരാണ് ഇസ്രായേലിനെ ഈ തരത്തിൽ ഇത്രയും ഔദ്ധത്യത്തോടുകൂടി പലസ്തീനികൾക്ക് നേരെ ആക്രമണം നടത്തുന്നതിൽ ഇസ്രായേലിന്റെ ലക്ഷ്യം എന്താണ്? എന്താണ് അവരുടെ അടിസ്ഥാനം? ഒന്നാമത്തെ കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഇത് പാശ്ചാത്യ സാമ്രാജ്യത്വത്തിന്റെ, അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ഒരു പരിച്ഛേദമാണ്. സൈനിക സന്നാഹങ്ങൾ നടത്താനും സൈനിക വിന്യാസങ്ങൾക്കും പകരം ഒരു രാഷ്ട്രത്തെ വിന്യസിച്ചിരിക്കുകയാണ്. അമേരിക്കക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ലോകത്ത് എവിടെ നിന്നാണ് ചെറുത്തുനിൽപ്പുകൾ വരാൻ പോകുന്നത്. മധ്യപൂർവ്വ ദേശത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ശക്തമായിരുന്ന ഒരു സമയത്താണ് ഇത് സംഭവിക്കുന്നത് കൂടി ഓർക്കണം. മധ്യപൂർവ്വ ദേശത്ത് സാമ്രാജ്യത്വ വിരുദ്ധ സമീപനം അതിശക്തമായി വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ്. 48 മുതൽ 64 വരെയുള്ള കാലഘട്ടത്തില് 48 അവിടെ ഉണ്ടായിട്ടുള്ള ജനകീയ മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനം, ഇതൊക്കെ തന്നെ ലോകരാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോകരാഷ്ട്രീയത്തിൽ പക്ഷം പിടിക്കാതെ, ലോകരാഷ്ട്രീയത്തിന്റെ ഭാഗമാവാതെ വിമോചന സമരം അസാധ്യമാണ് എന്നുള്ള കൃത്യമായ ധാരണ പലസ്തീനിലെ ജനതയ്ക്കുണ്ടായിരുന്നു. ആ ധാരണയുടെ കൂടി ഭാഗമാണ് അവിടെ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ. ഇത് അമേരിക്കൻ സാമ്രാജ്യത്തിന് വളരെ കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ താല്പര്യമാണ്, സൈനിക താല്പര്യമാണ്, രാഷ്ട്രീയ താല്പര്യമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ രൂപീകരണത്തിലേക്ക് നയിച്ചത്. ഇനി ഇതിന്റെ ഒരു ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ എന്താണ്, ജൂതന്മാരെന്താണ് സാമ്രാജ്യത്വത്തിന് വേണ്ടി ചെയ്തത്? ഇപ്പൊ നമ്മൾ പലപ്പോഴും സാമൂഹ്യശാസ്ത്രം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ രാഷ്ട്രീയം പറയുമ്പോൾ ഒക്കെ തന്നെ ജൂതന്മാർ അനുഭവിച്ച ഹോളോകോസ്റ്റ്, അതായത് ഹിറ്റ്ലറുടെ കാലത്ത് ജൂതന്മാർ അനുഭവിച്ച വലിയ തോതിലുള്ള പെർസിക്യൂഷൻ, പീഡനങ്ങൾ, ആ പീഡനങ്ങളാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു രാഷ്ട്രത്തിന്റെ നിർമ്മിതിയുടെ ഒരു ചരിത്ര പശ്ചാത്തലം എന്ന് പലരും വിലയിരുത്താറുണ്ട്. യഥാർത്ഥത്തിൽ വസ്തുതാപരമായി ആ വിലയിരുത്തൽ എത്രത്തോളം കൃത്യമാണ് എന്ന് പറയാനാവില്ല. കാരണം
ഹിറ്റ്ലറുടെ പെർസിക്യൂഷൻ, ഹിറ്റ്ലറുടെ പീഡനത്തിന് മുമ്പ് തന്നെ 1882 സാറിസ്റ്റ് റഷ്യയിൽ വലിയ പീഡനം ജൂതന്മാർ അനുഭവിച്ചിട്ടുണ്ട്. ജൂതന്മാരുടെ ഒരു മതസ്ഥർ എന്നുള്ള നിലക്ക് ജൂത വിഭാഗത്തെ യൂറോപ്പിലെ മൊണാർക്കുകൾ, യൂറോപ്പ് രാജാഭരണത്തിന്റെ കീഴിലായിരുന്ന സമയത്ത് പലപ്പോഴും ജൂതന്മാർക്ക് നഗരങ്ങളിൽ പ്രവേശനം പോലും ഇല്ലാത്ത രൂപത്തിൽ വലിയ തോതിലുള്ള പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ നമ്മളത് പറയുമ്പോൾ നമ്മൾ അതിൽ വേർതിരിച്ച് കാണേണ്ട ഒരു വസ്തുതയുണ്ട്. ജൂതന്മാർക്ക് പീഡനം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്, തുല്യ പൗരത്വം ഉണ്ടായിരുന്നില്ല, ഇക്വാലിറ്റി ആൻഡ് ലിബർട്ടി ജൂതന്മാർക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ജൂതന്മാർക്ക് വേണ്ടി സവിശേഷമായ രീതിയിലാണ് ആ കാലത്ത് മൊണാർക്കികൾ ഉണ്ടായിരുന്നത്. അത് ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം 1789, 90, 19ാം നൂറ്റാണ്ടിലേക്ക് വരുന്നതോടുകൂടി ഇതിൽ വലിയ മാറ്റം സംഭവിക്കുന്നുണ്ട്. ഇനി പെർസിക്യൂഷന്റെ കാലത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞാൽ, പീഡനത്തിന്റെ കാലത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞാൽ, ഈ പീഡനം യഥാർത്ഥത്തിൽ ജൂതന്മാരിലെ സാധാരണക്കാരായ മനുഷ്യർക്കായിരുന്നു. ജൂതന്മാരിലെ സാധാരണക്കാരും ധനികരും ഉണ്ടായിരുന്നു. നമ്മൾ കാണണം, മണി ലെൻഡിങ്, പണം കടം കൊടുക്കുന്ന ധനികർ. പണം കടം കൊടുക്കുന്ന ധനികർ എന്ന് പറയുമ്പോൾ നമ്മൾ ഷേക്സ്പിയറിന്റെ നാടകത്തിൽ പറയുന്ന പോലെയുള്ള ഒരു ചെറിയ ഷൈലോക്കല്ല. സാധാരണക്കാർക്ക് പണം കൊടുക്കുന്ന ഒരു ചെറിയ ഷൈലോക്കിനെയാണ് പലപ്പോഴും സങ്കല്പിക്കാറുള്ളത്. എന്നാൽ അങ്ങനെയല്ല. പാശ്ചാത്യ മുതലാളിത്തം 18ാം നൂറ്റാണ്ടിലെ പാശ്ചാത്യ മുതലാളിത്തം ശക്തമായിക്കൊണ്ടിരിക്കുക, അതിൻ്റെ വളർച്ച, അതിൻ്റെ മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് സാമ്പത്തിക രംഗത്തും രാഷ്ട്രീയമായി ദേശീയതകളുടെ ഉയർച്ചയും തളർച്ചയും പ്രതിസന്ധികളും രാഷ്ട്രീയ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അന്നത്തെ ഒരു വലിയ സവിശേഷത ബൂർഷ്വാ വർഗം, മുതലാളി വർഗം സ്വതന്ത്രരായിരുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ധനമൂലധന ശക്തികളുടെ ഫൈനാൻസ് ക്യാപിറ്റലിന്റെ കാലത്ത് കാണുന്നത് പോലെ ഭരണകൂടവും ധനമൂലധന ശക്തികളും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ടൊന്നുണ്ടായിരുന്നില്ല. സ്വതന്ത്രരായിരുന്നു ബൂർഷ്വാസി എന്ന് മാത്രമല്ല, സർക്കാരിന്റെ ഇടപെടൽ ഉൽപാദന രംഗത്ത്, സാമ്പത്തിക രംഗത്ത്, ബൂർഷ്വാസിയിൽ സർക്കാരിന്റെ ഇടപെടൽ വേണ്ട. അതായിരുന്നു ലിബറലിസത്തിന്റെ ആവിർഭാവ കാലത്ത് അതിന്റെ സ്വഭാവം. സർക്കാരിന്റെ ഇടപെടൽ വേണ്ട, സർവതന്ത്ര സ്വാതന്ത്ര്യത്തോടുകൂടി ബൂർഷ്വാസിക്ക് മൂലധന സമാഹരണത്തിനും വളരാനും മുതലാളി വർഗത്തിന് വളരാനുമുള്ള സൗകര്യമൊരുക്കുക എന്നതിൽ ഉപരിയായി സർക്കാരിന്റെ ഇടപെടൽ വേണ്ട. അപ്പൊ ഈ ഘട്ടത്തില് ഭരണകൂടം എന്ന് പറയുമ്പോൾ ഇന്നത്തെ പോലെ ബാങ്കിങ്ങിന്റെയും അല്ലെങ്കിൽ ഭരണകൂടത്തിന് ക്രെഡിറ്റ് കൊടുക്കാൻ ഇന്നത്തെ പോലെ ഇന്ന് ബാങ്കുകൾ തയ്യാറാകുന്നത് പോലെ ഫൈനാൻസ് മൂലധന ഘട്ടത്തിൽ ബാങ്കുകളും ഭരണകൂടവും സംയുക്തമാണ്, അതിൻ്റെ ഓപ്പറേഷൻസ് ഒക്കെ തന്നെ. അങ്ങനെ ആയിരുന്നില്ല. ആ സമയത്ത് സ്റ്റേറ്റുകൾക്ക്, ഭരണകൂടത്തിന് പണം കടം കൊടുക്കുന്ന വലിയ മണി ലെൻഡിങ് ഏജൻസി, യുദ്ധങ്ങൾക്ക് പണം കടം കൊടുക്കുന്ന വലിയ മണി ലെൻഡിങ് ഏജൻസി, അന്നാരൻ്റെ പറയുന്നുണ്ട് 1866 ആസ്ട്രിയ പ്രഷ്യൻ വാർ ഒരൊറ്റ ജൂത മണി ലെൻഡറുടെ പണം കൊണ്ട് മാത്രം നടന്നതാണ്. 30 വർഷക്കാലത്തെ യൂറോപ്പിലെ മതയുദ്ധം, ഈ മതയുദ്ധങ്ങളിലൊക്കെ പല രാജകുമാരന്മാരുടെ കൂടെ നിന്ന് അവർക്ക് പണം കൊടുക്കുന്ന ഒരു അന്താരാഷ്ട്ര ഏജൻസി മാതിരിയായിരുന്നു ഈ ധനികരായ മണി ലെൻഡിങ് ഏജൻസി ജൂതന്മാരുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് നേരിട്ടുള്ള രാഷ്ട്രീയ ഇടപെടലുകളൊന്നുമില്ലാതെ തന്നെ ഭരണകൂടത്തിന്റെ സേവകരായി, ഭരണകൂടത്തെ സേവിച്ചുകൊണ്ട്, ഭരണകൂടത്തിന് ആവശ്യമായ പണം കണ്ടെത്തിക്കൊണ്ട്, അങ്ങനെ ഒരു വലിയ മണി ലെൻഡിങ് ഏജൻസി എന്നുള്ള രൂപത്തിൽ, ഭരണകൂടത്തിന് എപ്പോഴും വേണമെങ്കിലും പണം കൊടുക്കുന്ന ഏജൻസി എന്നുള്ള രൂപത്തിലാണ്, ആ രൂപത്തിൽ പ്രവർത്തിക്കുകയും അതിൻ്റെ ഭാഗമായി ഭരണകൂടങ്ങളുടെ ബഹുമതികളും പിന്തുണയൊക്കെ ലഭിക്കുകയും ചെയ്തിരുന്നു ജൂതന്മാർക്ക്. നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ
യുദ്ധത്തിന് പണം കടം കൊടുക്കുകയും യുദ്ധങ്ങളിൽ ഉടമ്പടികൾ ഉണ്ടാക്കാൻ ഇടനിലക്കാരായി നിൽക്കുകയും യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്കിടയിലുള്ള യുദ്ധങ്ങളിലെ ഇടനിലക്കാരായി, ഇപ്പൊ വീമർ റിപ്പബ്ലിക്, ഹിറ്റ്ലറിന് മുമ്പുണ്ടായിരുന്ന ജർമ്മൻ ഗവൺമെന്റിലെ വിദേശകാര്യമന്ത്രി ഒരു പ്രമുഖനായ ജൂതനായിരുന്നു. വാർസ ഉടമ്പടിയിൽ മീഡിയേറ്റ് ചെയ്തത് ഈ തരത്തിലുള്ള വൻകിടക്കാരായ ധനികരായ ജൂതരാണ്. ഒരുപക്ഷെ ഹിറ്റ്ലർക്ക് ജൂതരോടുള്ള വിരോധത്തിന് അതൊരു പ്രധാന കാരണമായിരിക്കും. കാരണം വാർസ ഉടമ്പടി ജർമ്മനിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കി കൊടുത്ത ഒരു വിഷയമാണ്. അത് മാത്രമാണ് കാരണം എന്നല്ല ഞാൻ പറയുന്നത്. വംശീയതയുടെ കാര്യത്തിലേക്ക് ഞാൻ വരാം. എങ്ങനെയാണ് ജൂത വിരോധം, ആന്റിസെമിറ്റിസം വരുന്നത് എന്നുള്ളതിന് നമ്മൾ സാധാരണ പറയുന്നത് പോലെയുള്ള ഒരു റേസിസ്റ്റ് കാരണം മാത്രമല്ല എന്നാണ് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള നിരവധി ഗവേഷണങ്ങൾ പറയുന്നത്. റേസിസ്റ്റ് കാരണം മാത്രമല്ല, വംശീയമായ കാരണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു യൂറോപ്യൻ യഹൂദ വംശവിരുദ്ധതയുടെ പ്രശ്നം മാത്രമല്ല യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത്. മറിച്ച് ബൂർഷ്വാവർഗവും സ്റ്റേറ്റും തമ്മിലുള്ള നിരന്തരമുള്ള വൈരുദ്ധ്യം, സംഘർഷങ്ങളിൽ സ്റ്റേറ്റിന്റെ പക്ഷത്ത് നിൽക്കുകയും സ്റ്റേറ്റിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ധനകാര്യ ഏജൻസിയായി ഈ ധനിക ജൂതർ അവർ പ്രവർത്തിച്ചു എന്നുള്ളത് യഥാർത്ഥത്തിൽ ഈ ധനിക ജൂതരും ബൂർഷ്വാസിയും തമ്മിലുള്ള, മുതലാളി വർഗവും തമ്മിലുള്ള വൈരുദ്ധ്യം അത് താഴോട്ടിറങ്ങിയതിന്റെ ഭാഗമായി അതൊരു രാഷ്ട്രീയമായി പരിണമിച്ചു. ആന്റിസെമിറ്റിസത്തിന് അങ്ങനെ ഒരു കാരണമുണ്ട് എന്നുള്ള വീക്ഷണങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് വിശദമായി പോകുന്നില്ല. അപ്പോൾ മുതലാളിത്ത രാഷ്ട്രങ്ങളുടെ കയ്യാളായി പ്രവർത്തിച്ചവരാണ്. ഇതാണ് വലിയ സേവനം. എല്ലാ കാലത്തും മുതലാളിത്ത രാഷ്ട്രങ്ങളുടെ കയ്യാളായി പ്രവർത്തിക്കുകയും ഈ മുതലാളിത്ത രാഷ്ട്രങ്ങൾക്ക് അവരുടെ ഇംഗിതത്തിനൊത്ത്, അല്ലെങ്കിൽ പരസ്പര സാഹോദര്യത്തോടുകൂടി അവരുടെ ഇംഗിതത്തിനൊത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ധനിക സമൂഹം യഥാർത്ഥത്തിൽ ഈ ജൂത വിഭാഗത്തിലുണ്ടായിരുന്നു. മുഴുവൻ ജൂതരല്ല. സയനിസം 1857 സയനിസം ഉണ്ടാവുന്ന കാലത്ത് ഈ സയനിസത്തിനൊക്കെ വലിയ പിന്തുണ നൽകിയത് യഥാർത്ഥത്തിൽ, അതായത് യൂറോപ്യൻ നാഷണലിസത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഈ ജൂതരാഷ്ട്രം എന്നുള്ള ഒരു രാഷ്ട്രസങ്കല്പത്തെ ഇവര് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ നിന്ന് നിർദ്ധരിച്ചെടുക്കുന്നത്. അപ്പൊ ആ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ നിന്ന് നിർദ്ധരിച്ചെടുത്തുകൊണ്ടാണ് യൂറോപ്യൻ നാഷണലിസത്തിന് സമാനമായ ഒരു നാഷണലിസം, ജൂതർ എന്ന് പറഞ്ഞാൽ അത് മതമല്ല രാഷ്ട്രമാണ് ഇന്ന് ഇന്ത്യയിലെ ഹിന്ദുത്വവാദികൾ പറയുന്നത് പോലെ. ഹിന്ദുത്വവാദികൾ അതല്ല, ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ അത് മതമല്ല രാഷ്ട്രമാണ് എന്നുള്ളതാണ്. മതഭക്തിയല്ല, രാഷ്ട്രഭക്തിയാണ്. ഇത് പരസ്പര പൂരകമായി നിൽക്കുന്ന ഈ ഭക്തി, അതുപോലെ ഒരു രാഷ്ട്രത്തെ ഇവർ നിർദ്ധരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ സയനിസ്റ്റുകൾ നിർദ്ധരിച്ചെടുത്ത, അത് നമ്മൾ ഊഹിക്കുന്നത് പോലെ ജൂത വിഭാഗത്തിലെ ഭൂരിപക്ഷമൊന്നുമല്ല സയനിസ്റ്റുകൾ. കാരണം ജൂത വിഭാഗത്തിൽ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള ഗ്രൂപ്പുകൾ, ഇന്റലക്ച്വലുകൾ, ബുദ്ധിജീവികളൊക്കെ തന്നെ യൂറോപ്യൻ സമൂഹത്തിൽ തന്നെ നിന്നുകൊണ്ട് ഇക്വാലിറ്റിക്ക് വേണ്ടി, ലിബർട്ടിക്ക് വേണ്ടി, ജനാധിപത്യ രാഷ്ട്രീയവുമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ തൽപരരായിരുന്നു ഭൂരിപക്ഷം ജൂതന്മാരും. അതേസമയത്ത് ഈ ധനിക വിഭാഗമാവട്ടെ, ഈ ധനിക വിഭാഗം ജൂതരുടെ വിമോചനം എന്നൊക്കെ പറയാറുണ്ടല്ലോ, ഈ ജൂതരുടെ വിമോചനത്തിന് അനുകൂലിച്ചവരല്ല ഈ ധനിക വിഭാഗം. ഈ ധനിക വിഭാഗത്തിന് എന്നും ആവശ്യം പ്രത്യേക അവകാശങ്ങളാണ്, പ്രത്യേക സ്വാതന്ത്ര്യമാണ്, പ്രത്യേക പ്രിവിലേജസാണ്. അതേസമയം ഇവർ മുതലാളി വർഗത്തിന്റെ ഭാഗമല്ല. ഇവർ മുതലാളി വർഗത്തിന്റെ ഭാഗമാവാതെ ഭരണകൂടത്തിന്റെ ഭാഗമായി, ഭരണകൂടത്തിനോട് ഒട്ടിപ്പിടിച്ചുകൊണ്ട് വളർന്നു വരികയും ലോകത്തിലെ പിന്നീട് പിൽക്കാലത്ത് ലോകത്തിലെ വലിയ കോർപ്പറേറ്റുകളിലേക്ക് മാറുകയും ചെയ്ത ഒരു വിഭാഗമാണ്. ഇപ്പൊ നമ്മൾ ബാൽഫർ ഡിക്ലറേഷനെ കുറിച്ച് പറയുമ്പോൾ ഈ കത്ത് ആർക്കാ കൊടുക്കുന്നത്? റോത്ത് ചൈൽഡാണ്, ലോർഡ് റോത്ത് ചൈൽഡ്. ഈ റോത്ത് ചൈൽഡ് ഫാമിലി യൂറോപ്പിൽ ഈ തരത്തിൽ രൂപപ്പെട്ട ഭരണകൂട സേവയിലൂടെ ഭരണകൂടത്തെ സേവിക്കുകയും ഭരണകൂടത്തിന്റെ സേവയുടെ ഗുണഫലങ്ങൾ അനുഭവിക്കുകയും ചെയ്തുകൊണ്ട് വളർന്നു വന്ന 3-4 ഫാമിലികളാണ്, അല്ലാണ്ട് മുഴുവൻ ജൂതന്മാരല്ല. മേയർ ഫാമിലി, റോത്ത് ചൈൽഡ് ഫാമിലി, ഇവരാണ് സയനിസ്റ്റുകളുടെ സാമ്പത്തിക അടിത്തറയായി, രാഷ്ട്രവാദത്തിന്റെ സാമ്പത്തിക അടിത്തറയായി ഒക്കെ
നിലകൊണ്ടത്. അതുകൊണ്ടാണ് റൂത്ത് ചൈൽഡിന് എല്ലാ റബ്ബികളും പിന്നെ നമ്മൾ പൊതുവിൽ സാമാന്യ ധാരണയിൽ ഉള്ളതുപോലെ ഈ ജൂത മത പുരോഹിതർ ഇവരെല്ലാം ഇതിൻ്റെ രാഷ്ട്രവാദത്തിൻ്റെ ആളുകളാണ് എന്നുള്ളതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. അതേപോലെ ഈ ധനിക വിഭാഗമാണ് യൂറോപ്യൻ അമേരിക്കൻ സാമ്രാജ്യത്വം യൂറോപ്യൻ ശക്തികൾ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് അവരുടെ താല്പര്യം അനുസരിച്ച് എപ്പോഴും പ്രവർത്തനക്ഷമമാകുകയും അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വയം പരിണമിക്കുകയും ചെയ്യുന്ന വിഭാഗമാണിത്. ഇനി നമ്മൾ സയനിസ്റ്റുകൾ എന്ന് പൊതുവിൽ പറയുമ്പോൾ നമ്മൾ പറയാതിരിക്കുന്ന അല്ലെങ്കിൽ പലപ്പോഴും പറയാൻ വിട്ടുപോകുന്ന ഒരു കാര്യമുണ്ട്. അത് ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ പ്രസക്തമാണ്. അത് ക്രിസ്ത്യൻ സയനിസ്റ്റുകൾ എന്നുള്ളൊരു വിഭാഗമാണ്. ഈ ക്രിസ്ത്യൻ സയനിസ്റ്റുകൾ അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ കാണിക്കുന്നത് ക്രിസ്ത്യൻ സയനിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ, കാരണം അബ്രഹാമിന്റെ പാരമ്പര്യം എന്ന് പറയുമ്പോൾ, പ്രോമിസ്ഡ് ലാൻഡ് എന്ന് പറയുമ്പോൾ ബൈബിൾ ജനീസിസ് 12:38 അവർ ഉദ്ധരിക്കാറുള്ളത്. 12 അതിൽ പ്രധാനമായിട്ട് അവർ ഈ 12:38 ചില വാക്കുകൾ ഐ വിൽ കേഴ്സ് ദോസ് ഹു കേഴ്സ് യു ആൻഡ് ബ്ലസ് ദോസ് ഹു ബ്ലസ് യു എന്നുള്ള ഈ അബ്രഹാമിൻ്റെ ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തെ പ്രകീർത്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ പാരമ്പര്യത്തിന് വാഗ്ദാനം ചെയ്യുന്ന ആ വാഗ്ദാന ഭൂമിയെക്കുറിച്ച്, വാഗ്ദത്ത ഭൂമിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ജനീസ്. അപ്പം ഇതിന്റെ വ്യാഖ്യാതാക്കളായിട്ടാണ് ഈ പുതിയ വിഭാഗം രംഗപ്രവേശനം ചെയ്യുന്നത്. ഇത് ഇപ്പോൾ 19-ാം നൂറ്റാണ്ടിൽ ഇതൊരു തരം ഒരു റിലീജിയസ് ടൂറിസം എന്നുള്ള രീതിയിലാണ്, ട്രാവലേഴ്സിന്റെ രൂപത്തിൽ ഇത് കുറെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അതായത് ഈ ജെനീസിസിൽ പറയുന്ന മാതിരി തന്നെയാണ് ഇസ്രായേൽ പലസ്തീൻ എന്ന് പറഞ്ഞ ജെനീസിസിൽ പറയുന്ന അതേമാതിരി തന്നെയാണ്. അതേസമയത്ത് അവിടെ ഈ പോകുന്ന ആളുകൾക്ക്, മതപരമായി ടൂറിസം നടത്തുന്ന ആളുകൾക്ക് കണ്ണിൽ പിടിക്കാത്ത കുറച്ച് ആളുകളുണ്ട്. അത് അവിടുത്തെ മുസ്ലിങ്ങളാണ്. അപ്പം അവരോടൊക്കെ ഒരു അവജ്ഞ, അല്ലെങ്കിൽ അവരവിടെ ഒരു അധികപ്പറ്റാണ് എന്നൊക്കെ തോന്നലിൽ ഉപരിയായി അവരെയൊക്കെ ഉന്മൂലനം ചെയ്യണം എന്നുള്ള ഒരു ധാരണയൊന്നും ആ കാലത്തുണ്ടായിരുന്നില്ല. അതേസമയത്ത് ഈ പുതിയ വിഭാഗം, ഈ ക്രിസ്ത്യൻ സയനിസ്റ്റുകൾ എന്ന് പറയുന്ന ഈ വിഭാഗം, അവർ ഈ ജനീസിസിനെ പുതുതായിട്ട് വ്യാഖ്യാനിക്കുകയും ദൈവം രക്ഷപ്പെടുത്തും, ദൈവം അനുഗ്രഹിക്കുമെന്ന് ഒന്ന് കാത്തിരിക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് പ്രസക്തമല്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് അവരിതിന് പുതിയ വ്യാഖ്യാനം നൽകാൻ തുടങ്ങി. അവരുടെ പുതിയ വ്യാഖ്യാനം അനുസരിച്ച് ഈ വാഗ്ദത്ത ഭൂമിയുടെ ഏറ്റവും വലിയ ശത്രു, അല്ലെങ്കിൽ ഇതിന്റെ ഏറ്റവും വലിയ തടസ്സം മുസ്ലിങ്ങളാണ്. ഇസ്ലാം എന്ന് പറയുന്നത് തന്നെ അപകടമാണ്. ഇസ്ലാം എന്ന് പറയുന്നത് തന്നെ ആക്രമണ സ്വഭാവം നിക്ഷിപ്തമായ, അത് ചെകുത്താന്റെ മതമാണ് എന്നുള്ള ഒരു രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കുകയും, ഈ വ്യാഖ്യാനത്തിനനുസരിച്ച് 19-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന നിർഗുണമായ ഈ ഭക്തിയെ, അല്ലെങ്കിൽ ഈ വാഗ്ദത്ത ഭൂമിയെക്കുറിച്ചുള്ള ഭക്തിസാന്ദ്രമായ ഒരു വികാരം, ആ വികാരത്തെ വിധ്വംസകമായ ഒരു വികാരമാക്കി അത് മുസ്ലിം ഭീതിയെ, ഒരുപക്ഷെ ഇസ്ലാമോഫോബിയയുടെ തന്നെ പിന്നെ ഒരു ആദ്യത്തെ അതിൻ്റെ പ്രകടനങ്ങൾ ഈ തരത്തിലുള്ള പ്രചരണങ്ങളിലൂടെയാണ് രംഗപ്രവേശം ചെയ്യുന്നത്. അപ്പം ഇത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് ഇതിന് രൂപമാറ്റം സംഭവിച്ചതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് പോളിസി ഇപ്പം 1913 അമേരിക്കൻ പ്രസിഡന്റായിരുന്ന വിൽസോണിയൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അമേരിക്കൻ രാഷ്ട്രീയത്തെ, ലോക രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ലോക സമാധാനത്തിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയമാണ്. പക്ഷേ 1913 പ്രസിഡന്റായിരുന്ന വുഡ്രോ വിൽസണ് ഈ വാഗ്ദത്ത ഭൂമിയെക്കുറിച്ചും ജൂതരാഷ്ട്രത്തെക്കുറിച്ചും ഒക്കെ നല്ല മതിപ്പും അതൊക്കെ ഉണ്ടാക്കണം, അതിനുവേണ്ടി അമേരിക്കക്ക് ചെയ്യാനുണ്ട് കാര്യങ്ങൾ എന്ന് വിശ്വസിച്ചിരുന്ന പ്രസിഡന്റാണ് വുഡ്രോ വിൽസൺ. 1913 ഹിറ്റ്ലറുടെ കാലമല്ലേ 1913 ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ മുമ്പ്. അപ്പൊ എത്ര ആഴത്തിലാണ് ഞാൻ പറയുന്നത്. 19-ാം നൂറ്റാണ്ടിലേക്ക് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ധനമൂലധന ശക്തികളും അമേരിക്കൻ ഭരണകൂടത്തിന്റെ ലോക താല്പര്യങ്ങളും
അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഫോറിൻ പോളിസി ഓപ്ഷൻസും ലോകത്തെ എങ്ങനെയാണ് വെട്ടിപ്പിടിക്കേണ്ടത്. ലോക സമാധാനം എന്ന അമേരിക്ക ഉദ്ദേശിച്ചത് പീസ്ഫുൾ കോഎക്സിസ്റ്റൻസ് എന്ന് മാത്രമല്ല, അമേരിക്കൻ ആധിപത്യം കൂടിയാണ്. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ലോക സമാധാനം. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ലോക സമാധാനം എന്ന് പറഞ്ഞാൽ അമേരിക്ക പറഞ്ഞാൽ കേൾക്കുന്ന തരത്തിൽ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് അനുസൃതമായ അമേരിക്കൻ സംസ്കാരത്തിന് സമാനമായ രീതിയിൽ സാമ്പത്തികമായും രാഷ്ട്രീയമായും സാംസ്കാരികമായുമുള്ള ഉടച്ചുവാർക്കലാണ്. ആ ലോകക്രമത്തെയാണ് അമേരിക്ക വിഭാവനം ചെയ്യുന്നത്. അത് 1913 കാലഘട്ടത്തിൽ ബ്രിട്ടനായിരുന്നു ലോകത്തിന്റെ അധിപതിയെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധത്തോടു കൂടി ഉരുത്തിരിഞ്ഞ പുതിയ ലോകക്രമത്തിന്റെ അധിപനായി അമേരിക്ക വന്നു എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ഈ മാറ്റം വരുന്നതോടുകൂടി ഈ തരത്തിലുള്ള ഫണ്ടമെന്റലിസ്റ്റുകളിൽ, ഈ തരത്തിലുള്ള ക്രിസ്ത്യൻ സയനിസ്റ്റുകൾ അവരുടെ വ്യാഖ്യാനങ്ങളിലും ഈ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ് എന്ന് പല ഗവേഷകരും നിരീക്ഷിച്ചിട്ടുണ്ട്. ഇതിൽ വളരെ പ്രമുഖനായ, ഒരുപക്ഷെ ഇന്ന് ലോകത്തെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഇവാഞ്ചലിസ്റ്റ് പാസ്റ്റർ ജോൺ ഹെഗിയാണ് സത്യത്തിൽ ഇൻ ഡിഫൻസ് ഓഫ് ഇസ്രായേൽ, ജെറുസലം കൗണ്ട് ഡൗൺ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ വളരെ പ്രമാദമായ പുസ്തകങ്ങളും പ്രബന്ധങ്ങളും ഒക്കെ ഉണ്ട്. ഇദ്ദേഹം ഇവരെന്താ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ? ഇപ്പൊ 19,000-ഓളം അംഗങ്ങളുള്ള ഒരു പള്ളിയിലെ പാസ്റ്ററാണ് അദ്ദേഹം. അവര് 2007 അമേരിക്കയിലെ 50 സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ പ്രോ ഇസ്രായേൽ പ്രതിനിധികൾ, ഇവരുടെ ഈ പ്രതിനിധികളെ ക്രിസ്ത്യൻസ് യുണൈറ്റഡ് ഫോർ ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ട് അവരുടെ സംഘടനയുണ്ട്. അപ്പോൾ ആ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ അവര് പ്രതിനിധികളെ വാഷിങ്ടൺ DC-യിലേക്ക് വിളിച്ചു വരുത്തി അവിടെ സമ്മേളനം കൂടി. ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിൽ കോൺഗ്രസ് അംഗങ്ങളെ മുഴുവൻ 280 പ്രാവശ്യം അവർ മീറ്റ് ചെയ്തു. എന്തിന്? ഇസ്രായേലിനെ പിന്തുണക്കാനും ഇസ്രായേലിന് അനുകൂലമായ സമീപനങ്ങൾ സ്വീകരിക്കാനും വേണ്ടി. 1981 ഇറാഖിലെ ന്യൂക്ലിയർ റിയാക്ടറിന് നേരെ ആക്രമണം ഉണ്ടായപ്പോൾ ഇസ്രായേലിലെ ലോകം മുഴുവൻ അതിനെ അപലപിച്ചവരെ അപലപിച്ച ആളാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ പുസ്തകം ജെറുസലേം കൗണ്ട് ഡൗൺ 8 ലക്ഷം കോപ്പിയാണ് ചെലവഴിച്ചിട്ടുള്ളത് ആ കാലത്ത് 2007. അത് മാത്രമല്ല, ഈ ഭൂമി കയ്യേറ്റം, ഇസ്രായേലിൽ നടക്കുന്ന ഭൂമി കയ്യേറ്റം, അതുപോലെയുള്ള അനധികൃതമായ പാർപ്പിട നിർമ്മാണങ്ങൾ തുടങ്ങി സർവ്വകാര്യങ്ങൾക്കും അന്താരാഷ്ട്ര തലത്തിൽ ധനശേഖരണം നടത്തുകയും അത് അവിടെ എത്തിക്കുകയും ചെയ്യുക എന്ന തരത്തിൽ ഒരു പുതിയ തരത്തിലുള്ള, അല്ലെങ്കിൽ സയനിസത്തിന്റെ തന്നെ ഈ നിയോ ലിബറൽ കാലത്ത് സയനിസത്തിനുണ്ടായിട്ടുള്ള മാറ്റത്തെ നമ്മൾ കാണാതെ പോകരുത്. ഇവരെല്ലാ തരത്തിലും പ്രിന്റഡ് മീഡിയ, വിഷ്വൽ മീഡിയ, അപ്പൊ ഇദ്ദേഹത്തിന് തന്നെ ഒരു വലിയ മീഡിയ സ്ഥാപനമുണ്ട്. അപ്പൊ ആ മീഡിയ സ്ഥാപനം വഴി നിരന്തരമായി ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ. എന്താണ് ഈ പ്രചരണത്തിന്റെ അടിസ്ഥാന? ഫിയറാണ്. അതായത് ഭയം ഉൽപ്പാദിപ്പിക്കുക. ആരെക്കുറിച്ചുള്ള ഭയം? മുസ്ലിങ്ങളെ കുറിച്ചുള്ള ഭയം. മുസ്ലിങ്ങളെ കുറിച്ചുള്ള ഭയം ഉൽപ്പാദിപ്പിക്കുക മാത്രമല്ല, മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യുന്നത്, മുസ്ലിങ്ങളെ നശിപ്പിക്കുന്നത്, ആട്ടി ഓടിക്കുന്നത്, പലസ്തീനിൽ നിന്ന് മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യുന്നത്, നശിപ്പിക്കുന്നത്, ആട്ടി ഓടിപ്പിക്കുന്നത്, ഇതൊക്കെ തന്നെ ദൈവികമായ ഒരു പ്രവർത്തനമാണ്. ബൈബിൾ ജനീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇവർ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ഇതൊക്കെ തന്നെ ദൈവികമായ, അതായത് വാഗ്ദത്ത ഭൂമിയുടെ ദൈവത്തിന്റെ അനുഗ്രഹമുള്ള പ്രവർത്തനങ്ങളാണ് എന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കുക. നമ്മൾ പലപ്പോഴും ആലോചിച്ചിട്ടില്ലേ, പലരും പറയാറുണ്ട് ഇത്രയും വലിയ അതിക്രമങ്ങൾ ഒരു ഭരണകൂടം നടത്തിയിട്ടും എന്തുകൊണ്ടാണ് ഇസ്രായേലി പബ്ലിക്കിൽ ഇതിനെതിരെയുള്ള ഒരു ഒപ്പീനിയൻ ഉയർന്നു വരാത്തത്? ഇസ്രായേലില് യൂറോപ്യൻ രാഷ്ട്രം എന്നുള്ള കണക്കിൽ തന്നെ ഉള്ള ഒരു ഭരണ രീതിയാണ്. പബ്ലിക് ഒപ്പീനിയൻ, മീഡിയ, ഇതിനൊന്നും അവിടെ നിരോധനമില്ല. അങ്ങനെ ഉണ്ടായിട്ട് പോലും ഇസ്രായേൽ പബ്ലിക്കിൽ എന്തുകൊണ്ട് ഇതിനെതിരെ ഉയർന്നു വരുന്നില്ല? മാത്രമല്ല, ഓരോ പ്രാവശ്യവും നെതന്യാഹു ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഇസ്രായേലിലെ രാഷ്ട്രീയ നേതാക്കളുടെ നിലനിൽപ്പ്, രാഷ്ട്രീയ പാർട്ടികളുടെ നിലനിൽപ്പ്, അത് പലസ്തീനികൾക്കെതിരെ എത്ര യുദ്ധം ജയിച്ചു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. ഓരോ പ്രാവശ്യം ഇവരെ അവകാശപ്പെടുക, ഞങ്ങളിതാ ജയിച്ചിരിക്കുന്നു. ആർക്കെതിരെ? പലസ്തീനിലെ മുസ്ലിങ്ങൾക്കെതിരെ. ഞങ്ങൾ ഇത്ര മുസ്ലിങ്ങളെ വേട്ടയാടി എന്ന് പറയുമ്പോൾ
അവർക്ക് കയ്യടി നേടിക്കൊടുക്കാനും അതിന് വലിയ ജനാംഗീകാരവും ഉണ്ടാവുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അത്തരത്തിലുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിൽ ഈ തരത്തിലുള്ള ക്രിസ്ത്യൻ സയനിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ അത് ക്രിസ്ത്യാനികൾ, ഇവരൊക്കെ പാസ്റ്റർമാരാണെങ്കിലും ഇതിൻ്റെയൊക്കെ പിറകിൽ സാമ്രാജ്യത്വ ശക്തികൾ തന്നെയാണ്. ഞാൻ അതിലേക്ക് ഒരുപാട് വിശദമായിട്ട് കടക്കുന്നില്ല. ഇത് ഈ പാശ്ചാത്യ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുമ്പോൾ തന്നെ അതിലിങ്ങനെ കുറെ പ്രശ്നകാരികളായ ആളുകളുണ്ട്, കുറെ പേരുണ്ട്. അങ്ങനെ മൈക്കൽ യുവാൻസ് ഒക്കെ അയാളുടെ റേഡിയോ സ്റ്റേഷൻ ഉണ്ട്. അവരും ഇതുമാതിരി ബൈബിൾ വചനങ്ങളിലൂടെ വർത്തമാനകാലത്തെ വീക്ഷിക്കുക, ബൈബിൾ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ സുപ്രധാന സംഭവങ്ങൾ ഏതൊക്കെ എന്ന് പറയുമ്പോൾ ഇസ്രായേലിലെ ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ബൈബിളിലൂടെ അതിനെങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത്, മുസ്ലിങ്ങളെ കൊല്ലുന്നതിനെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത്, അതൊക്കെ ദൈവത്തിൻ്റെ ശാപം. അപ്പം ആ തരത്തിൽ വളരെ സംഘടിതമായ വലിയ തോതിലുള്ള പണമിറക്കിക്കൊണ്ടുള്ള ഈ പാശ്ചാത്യ രാഷ്ട്രങ്ങളിലെ സാധാരണ ജനങ്ങളുടെ പിന്തുണ പിടിച്ചു പറ്റാൻ സാധിക്കുന്ന, അവരെ ചുരുങ്ങിയ പക്ഷം നിഷ്ക്രിയരാക്കുകയും അവരിലെ ഉറങ്ങിക്കിടക്കുന്ന അവരുടെ മൃദുലമായ അല്ലെങ്കിൽ അവരുടെ ഭക്തിയൊക്കെ തന്നെ ഈ തരത്തിൽ ബൈബിൾ ജനീസിസുമായി ബന്ധപ്പെടുത്തി അതിനെ ഈ തരത്തിൽ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഇസ്രായേൽ ഗവൺമെന്റ് നടത്തുന്ന അതിക്രമങ്ങളെ മുഴുവൻ ഇസ്രായേലിന്റെ മതപരമായ അവകാശമാക്കി പുനരാഖ്യാനിക്കാനുള്ള ആഗോള ശ്രമങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ ശ്രമങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ഈ തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും അപ്പൊ അവിടുത്തെ ഗവൺമെന്റുകളെ നിഷ്ക്രിയരാക്കാൻ, ഗവൺമെന്റുകളെ ഈ കാര്യത്തിൽ ബോൾഡായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് നീങ്ങുന്നതിൽ നിന്ന് അവിടുത്തെ ഗവൺമെന്റുകളെ പുറകോട്ട് വലിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ലോബിയിങ്, പബ്ലിസിറ്റി, പ്രിന്റഡ് മീഡിയ, വിഷ്വൽ മീഡിയ, ഇങ്ങനെ നാനാവിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ലോക സാമ്രാജ്യത്വം സാംസ്കാരിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും സാമ്പത്തിക രംഗത്തൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, ഇസ്രായേൽ രാഷ്ട്രം എന്ന് പറയുന്നത് സാമ്രാജ്യത്വ നിർമ്മിതിയാണ്. ഇസ്രായേൽ രാഷ്ട്രം എന്ന് പറയുന്നത് യൂറോപ്യൻ രാഷ്ട്രമാണ്. ഇസ്രായേൽ രാഷ്ട്രം എന്ന് പറയുന്നത് യൂറോപ്യൻ സാമ്രാജ്യത്വത്തിൻ്റെ പരിച്ഛേദമാണ്. മധ്യപൂർവ്വദേശത്ത് കടിക്കുന്ന പട്ടിയെ കൊണ്ടുപോയി കെട്ടിയിട്ടു അമേരിക്കൻ സാമ്രാജ്യത്വവും ആംഗ്ലോ അമേരിക്കൻ അച്ചുതണ്ടും എന്നാണ് നമ്മൾ കരുതേണ്ടത്. അപ്പൊ അതിന്റെ തുടർച്ചയാണ് 48-ന്റെ തുടർച്ച തന്നെയാണ്. 48-ൽ നിന്ന് 48-ൽ ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ നിർമ്മിച്ചെടുത്ത ഈ രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ആശയം അത് ലോക സാമ്രാജ്യത്വത്തിന്റെ മൗലിക താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പ് സമരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പലസ്തീനിലെ ജനത പൊരുതുന്നത് വാസ്തവത്തിൽ പലസ്തീനികളുടെ വിമോചനത്തിന് വേണ്ടി, പലസ്തീനികളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രമല്ല. പലസ്തീനിലെ ജനത പൊരുതുന്നത് ലോക ജനതയെ മുഴുവൻ ബാധിക്കുന്ന, ലോക ജനതയെ മുഴുവൻ അക്രമത്തിന്റെ മുൾമുനയിൽ നിർത്താൻ കെൽപ്പുള്ള, ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള രാഷ്ട്രങ്ങൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെയാണ്. ഭരിക്കുന്ന സ്വന്തം നാട്ടിൽ ഓരോ രാഷ്ട്രത്തിലും ഒരു വിഭാഗം ജനങ്ങളെ അടിച്ചമർത്തുകയും അവരെ കോളനികളാക്കി വെക്കുകയും ചെയ്യുന്ന പുതിയ രീതിയാണ് യഥാർത്ഥത്തിൽ ഈ നിയോ ലിബറൽ കാലത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. പലതരത്തിലുള്ള കോളനികളാണ്. ഇപ്പൊ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ അടിച്ചമർത്താൻ ആണ് ഈ ബില്ല് കൊണ്ടുവന്നത്, പൗരത്വ ബില്ല്. ഇന്ത്യക്കാരെ ഇപ്പോൾ പലസ്തീനികളെ എപ്രകാരമാണോ സ്വന്തം രാജ്യത്ത് അവകാശമില്ലാത്തവരായി, സ്വന്തം രാജ്യത്ത് എപ്രകാരമാണോ അവർ ആക്രമിക്കപ്പെടുന്നത്, എപ്രകാരമാണ് അവരുടെ അവകാശങ്ങൾ പിടിച്ചെടുക്കപ്പെടുന്നത്, സമാനമായ രീതിയിലാണ് ലോകത്തുള്ള സർവ്വ മേഖലകളിലും ന്യൂനപക്ഷങ്ങൾക്ക് നേരെ, അധികാരമില്ലാത്ത ആളുകൾക്ക് നേരെ
ഭരണകൂടങ്ങൾ അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സാമ്രാജ്യത്വം എന്ന് പറഞ്ഞാൽ അത് വെറും കടന്നാക്രമണം, ഒരു രാഷ്ട്രം വേറൊരു രാഷ്ട്രത്തിൻ്റെ മുകളിൽ നടത്തുന്ന സൈനികമായ ആക്രമണവും അധിനിവേശവും മാത്രമല്ല. സാമ്രാജ്യത്വം എന്ന് പറയുമ്പോൾ ധനമൂലധന ശക്തികൾ അതാത് രാഷ്ട്രങ്ങളിൽ അവരെങ്ങനെയാണ് ജനങ്ങളുടെ അവകാശങ്ങളെ, സാമ്പത്തിക അവകാശങ്ങളെ, ജീവിക്കാനുള്ള അവകാശങ്ങളെ കമ്പോളം ഉപയോഗിച്ചുകൊണ്ട്, അധികാരം ഉപയോഗിച്ചുകൊണ്ട്, ധനമൂലധനം ഉപയോഗിച്ചുകൊണ്ട് വെട്ടിപ്പിടിക്കുന്നത്. അതാണ് സാമ്രാജ്യത്വത്തിൻ്റെ കാതലായ വിഷയം. അപ്പം ആ തരത്തിൽ ഇന്ന് ഇന്ത്യ രാജ്യത്തെ ജനങ്ങളും യഥാർത്ഥത്തിൽ അഭിമുഖീകരിക്കുന്നത് ഈ സാമ്രാജ്യത്വ ശക്തിയെ തന്നെയാണ്. അതിൻ്റെ മറ്റൊരു രൂപമാണ്, അതിൻ്റെ ഒരു മറ്റൊരു വേഷമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഇന്ത്യ രാജ്യത്തും കാണാൻ സാധിക്കുന്നത്. അപ്പം ഇവിടെ പലസ്തീനും ഇന്ത്യയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പലസ്തീനും ഇന്ത്യയിലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അത് പോരാട്ട വീര്യത്തിൻ്റെ കാര്യത്തിലാണെന്ന് ഞാൻ പറയാം. സത്യത്തിൽ ഇന്ത്യ രാജ്യത്ത്, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സ്വാതന്ത്ര്യ സമര കാലം മുതൽക്ക് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോക രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികളെ നിർണായകമായി സ്വാധീനിക്കാൻ കെൽപ്പുള്ള ഒന്നായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ സ്വീകരിച്ചിട്ടുള്ള, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ള സമീപനങ്ങൾ, ചേരിചേരാ നയം, അപ്പാർത്തീഡിനെതിരെയുള്ള നയം, ഇസ്രായേലിനെതിരെയുള്ള നയം, ഇതൊക്കെ തന്നെ വളരെ ലോക രാഷ്ട്രീയത്തിൽ തന്നെ, രാഷ്ട്രീയത്തിൻ്റെ തന്നെ മുഖഛായ മാറ്റിയ സംഭവങ്ങളാണ്. അതേസമയത്ത് നിയോ ലിബറൽ കാലത്ത് ഇന്ത്യ സാമ്പത്തിക ഉദാരവൽക്കരണത്തിലേക്ക് കാലെടുത്ത് വെച്ചതോടുകൂടി, അതിനു മുമ്പും ലോക സാമ്രാജ്യത്വത്തിന് ഇന്ത്യയിൽ നിർണായകമായ സ്വാധീനം ഉണ്ടായിരുന്നെങ്കിലും അതിനെ ചെറുക്കാനുള്ള, സാമ്പത്തിക രംഗത്ത്, ഭരണരംഗത്തൊക്കെ അതിനെ ചെറുക്കാനുള്ള സാധ്യതകൾ നമുക്ക് കുറേ ഉണ്ടായിരുന്നു. നമ്മുടെ ഭാഗത്ത് കുറേ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അത്തരം നിയന്ത്രണങ്ങളെല്ലാം കൈവിട്ടു പോയി. വിദേശ രംഗത്ത് വൻശക്തികൾ സോവിയറ്റ് റഷ്യയും അമേരിക്കൻ സാമ്രാജ്യത്വവും തമ്മിലുള്ള ബലാബലം അവസാനിച്ചു 89-90 അപ്പോൾ ഈ ബലാബലം അവസാനിച്ചോടുകൂടി ഇന്ത്യയിലെ ഭരണ രാഷ്ട്രീയം അവരുടെ ഒരു രാഷ്ട്രീയ വിചിന്തനത്തിൽ ഇന്ത്യക്ക് ഇനി വിദേശ സപ്പോർട്ടില്ല, അല്ലെങ്കിൽ അമേരിക്ക അല്ലാതെ മറ്റൊരു കൂട്ടരില്ല ഇനി ഇന്ത്യയുടെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് എന്നൊക്കെയുള്ള തെറ്റായ ധാരണകൾ. യഥാർത്ഥത്തിൽ ഇതൊന്നും ഇല്ലാതെയാണ് വെനിസുലയിൽ ഹ്യൂഗോ ഷാവേസ് വെനിസുലൻ സമ്പദ് വ്യവസ്ഥയെ ശക്തമാക്കിയത്. ഇതൊന്നും ഇല്ലാതെയാണ് ഫിഡൽ കാസ്ട്രോ മുന്നോട്ട് പോയത്. അപ്പോൾ ആ തരത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു വലിയ രാഷ്ട്രീയ ഊർജം ഇന്ത്യ രാജ്യത്തുണ്ടായിരുന്നെങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പിന്നീട് നയിച്ച നേതാക്കൾക്ക് ആ ഊർജമില്ലാത്തതിൻ്റെ പേരിൽ നരസിംഹറാവു ഗവൺമെൻറ് ഇസ്രായേലിൻ്റെ പക്ഷം കൂടിയാണ്. ഇസ്രായേലിനെ അംഗീകരിക്കുകയും അതിനുശേഷം ഇസ്രായേലുമായിട്ടുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾ, സാങ്കേതിക കൈമാറ്റങ്ങൾ തുടങ്ങിയ വിവിധ കാര്യങ്ങളുമായി ഇസ്രായേൽ ഇന്ത്യയുടെ ഒരു മോസ്റ്റ് ഫേവേർഡ് നാഷൻ എന്നുള്ള രൂപത്തിലേക്ക് മാറുകയും ചെയ്തു. നിങ്ങൾ ആലോചിക്കണം, ഈ ഒരു മാറ്റം എങ്ങനെയാണ് PLOനെയൊക്കെ ബാധിച്ചത്. ഇപ്പോൾ 91 ഇറാഖ് യുദ്ധത്തിൽ സദ്ദാം ഹുസൈൻ്റെ പക്ഷം ചേർന്നത് കൊണ്ടാണ് യാസർ അറാഫത്തിന് അറബികളെ പിന്തുണ നഷ്ടപ്പെട്ടത് എന്നുള്ളൊരു പൊതുവിലൊരു വാദമുണ്ട്. സത്യത്തിൽ PLOവിന് അറബികളെ പണ്ടേ സപ്പോർട്ട് ചെയ്യുന്നില്ല. PLOവിന് അറബികളുടെ രാഷ്ട്രീയ പിന്തുണ പണ്ടേ ലഭിക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അറബി ഭരണവർഗങ്ങളുടെ രാഷ്ട്രീയ പിന്തുണ പലസ്തീൻ മുന്നേറ്റത്തിന് ലഭിച്ചിരുന്നെങ്കിൽ പലസ്തീൻ്റെ ചിത്രം മറ്റൊന്നാകുമായിരുന്നു. ആ തരത്തിലുള്ള ഇപ്പം അടുത്ത കാലത്താണ് കുറച്ചെങ്കിലും ചില രാഷ്ട്രങ്ങൾ, ഖത്തർ പോലെയുള്ള ചില രാഷ്ട്രങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ പരസ്യമായി അഭിപ്രായം പറയാൻ മുന്നോട്ട് വന്നിട്ടുള്ളത്. അറബി രാഷ്ട്രങ്ങൾ പലപ്പോഴും വളരെ സങ്കടകരമായ നിലപാടുകൾ, വളരെ പാപ്പരായ നിലപാടുകളാണ് പലപ്പോഴും സ്വീകരിച്ചു പോരാറുള്ളത്. അതായത് ഇസ്രായേലിനേക്കാൾ വലിയ ശത്രുവാണ് ഇറാൻ എന്നുള്ള രീതിയിൽ വിദേശ നയത്തിന് രൂപകൽപ്പന ചെയ്യുന്ന രാഷ്ട്രങ്ങളെ യഥാർത്ഥത്തിൽ അമേരിക്കൻ ഡിപ്ലോമസി മാസ്റ്റേഴ്സാണ് സത്യത്തിൽ ഇവരെ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. ലോക മുതലാളിത്ത രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചുള്ള കൃത്യമായ സമീപനങ്ങൾ, കൃത്യമായ ബോധ്യങ്ങളില്ലാതെ ഈ അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ നിലപാടുകൾക്കൊത്ത് എങ്ങനെയാണ് തങ്ങൾക്ക് നീങ്ങാൻ പറ്റുക എന്നതിൽ ഗവേഷണം നടത്തുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് PLOവിന് നമ്മൾ കരുതുന്നത് പോലെ PLOന് തീർച്ചയായിട്ടും സാമ്പത്തിക സഹായം വിവിധ രാഷ്ട്രങ്ങളിൽ നിന്ന് വലിയ തോതിലുള്ള സാമ്പത്തിക
സഹായം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു വിമോചന സമരത്തെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക സഹായത്തെക്കാൾ വളരെ പ്രധാനമാണ് രാഷ്ട്രീയമായ പിന്തുണ. ആ തരത്തിലുള്ള രാഷ്ട്രീയമായ പിന്തുണ അവരർഹിക്കുന്ന രീതിയിൽ PLOന് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് തന്നെ സംശയമാണ്. അതിന് പുറമെയാണ് PLOവിനെയും പലസ്തീനെയും ആദ്യം അംഗീകരിക്കുന്ന രാഷ്ട്രങ്ങളിൽ ഒരു രാഷ്ട്രമാണ് ഇന്ത്യ രാജ്യം. യാസർ അറാഫത്തിനെ ഇന്ത്യ രാജ്യം സ്വീകരിച്ചത് ഇന്ദിരാഗാന്ധിയുടെ കാലത്തും നെഹ്റുവിന്റെ കാലത്തും ഒക്കെ തന്നെ യാസർ അറാഫത്തിനെ ഇന്ത്യ രാജ്യം സ്വീകരിച്ചത് പലസ്തീൻ രാഷ്ട്രത്തിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലക്കായിരുന്നു. നിങ്ങൾ ആലോചിക്കണത്. അറാഫത്ത് പിന്നീട് 91 ശേഷം ഇസ്രായേലിനെ അംഗീകരിക്കാൻ തയ്യാറാകുകയും അതേസമയത്ത് തന്നെ തുല്യ പ്രാധാന്യത്തോടുകൂടി തുല്യ യോഗ്യതയോടുകൂടിയുള്ള ഒരു പലസ്തീൻ രാഷ്ട്രം പകരമായി കിട്ടണം എന്ന് വാദിക്കുകയും ചെയ്തിരുന്നു. അതിനോട് യോജിക്കുന്നവരും വിയോജിക്കുന്നവരുമുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അടിസ്ഥാനം സ്വതന്ത്ര പലസ്തീൻ ജനാധിപത്യ മതേതര ജനാധിപത്യ പലസ്തീൻ എന്നുള്ള PLOന്റെ വിഭാവനകൾ ഏതാണ്ട് കാലഹരണപ്പെടുന്ന രീതിയിൽ ലോകരാഷ്ട്രീയത്തിൽ വലിയ പരിണാമങ്ങൾ ഉണ്ടായി എന്നുള്ളത്. അതാണ് ഓസ്ലോ കരാറിലേക്ക് പിന്നെ 1993 പിന്നെ അറാഫത്തിനെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. ആ ഓസ്ലോ കരാറിൽ ഒപ്പുവെച്ച ഇസ്രായേൽ രാഷ്ട്രം ഒരൊറ്റ കാര്യം പോലും പലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കുക എന്നുള്ളത് പോലും അംഗീകരിക്കാതെ ആ ഓസ്ലോ കരാറിലെ എല്ലാ ഉടമ്പടികളെയും തകർത്തെറിഞ്ഞുകൊണ്ട് നിതാന്തമായ യുദ്ധപ്രദേശമായി പലസ്തീനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. ഇപ്പൊ പല ആളുകളും ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ട്. പല ആളുകളും ഈ ഹമാസിനെ അല്ലെങ്കിൽ ഹമാസാണ് പലസ്തീൻ പ്രശ്നത്തിന്, ഹമാസാണ് ഇസ്രായേലിനെ പ്രകോപിപ്പിക്കുന്നത്, ഹമാസാണ് ഇപ്പോൾ നടക്കുന്ന ചോരക്കുരുതികൾക്ക് കാരണം എന്നൊക്കെ ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലരൊക്കെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പിന്നെ ഇസ്രായേൽ എന്ന് വരെ മീഡിയയിൽ വരുന്നുണ്ട്. ഇത് ഞാൻ നേരത്തെ ജോൺ ഹെഗി മുമ്പ് പറഞ്ഞതാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇസ്രായേൽ, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്, അമേരിക്ക നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങൾ ഒറ്റപ്പെട്ടവരല്ല, ഞങ്ങളുണ്ട് കൂടെ എന്ന് ജോൺ ഹെഗി മുമ്പ് പിന്നെ അദ്ദേഹത്തിന്റെ പ്രചരണമുണ്ട് അത്തരം കാര്യങ്ങൾ. അതുപോലെ തന്നെ ജെറുസലേം പ്രയർ ഗ്രൂപ്പ് എന്നും പറഞ്ഞിട്ട് മൈക്കൽ ഇവാൻസിന്റെ ഒരു ഇതുണ്ട്. ആരാണ് ഈ പ്രയർ ഗ്രൂപ്പിലുള്ളത്? ഡിക്ക് ചെനി ഉണ്ടായിരുന്നു, നെതന്യാഹു, ഇവരൊക്കെ കൂടിയാണ് ഈ പ്രയർ ഗ്രൂപ്പുകൾ. ഈ മൈക്കൽ ഇവാൻസ് ഒരുപാട് പിന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രിമാരുടെ ഉപദേഷ്ടാവായിരുന്നു. ഇസ്രായേൽ അയാൾക്ക് വലിയ അവാർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഇതൊക്കെ 2006, 2007 ഇപ്പൊ ഈ അടുത്ത കാലത്ത് നടക്കുന്ന സംഭവം കാണുക. ലോക രാഷ്ട്രീയത്തിൽ മുമ്പ് എങ്ങനെയാണോ PLOന്റെ പിന്നെ രാഷ്ട്രീയാവകാശങ്ങളെ മാനിച്ചിരുന്നത്, അതിനെ അതിജയിക്കാൻ രാഷ്ട്രങ്ങളെ മുഴുവൻ സ്വന്തം പക്ഷത്തേക്ക് കൊണ്ടുവരുവാൻ അമേരിക്കൻ സാമ്രാജ്യത്തിന് കഴിഞ്ഞു. അല്ലെങ്കിൽ വേൾഡ് ഓർഡറിലെ മുമ്പ് സോവിയറ്റ് റഷ്യ ഉണ്ടായിരുന്ന ഘട്ടത്തിലുള്ളതുപോലെയുള്ള ബദൽ ശക്തികൾ അമേരിക്കയെ ചെറുക്കാൻ ഇനിയും ഉയർന്നു വരേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇതൊക്കെ 90കളോടുകൂടി തന്നെ ഇറാഖ് യുദ്ധത്തോടു കൂടി തന്നെ ഇത്തരം കാര്യങ്ങൾ ബോധ്യമായി. അതിന്റെ പശ്ചാത്തലത്തിലാവണം ഒരുപക്ഷെ അറാഫത്ത് ഇപ്പൊ ഈ ഓസ്ലോ കരാറിന് മുതിർന്ന്. ആ ഓസ്ലോ കരാറ് ഇസ്രായേൽ ലംഘിച്ചു എന്നുള്ളത് മാത്രമല്ല, അതിൽ ഒരു അക്ഷരം പോലും പാലിച്ചില്ല. തുടർന്നും ക്രൂരമായ ആക്രമണങ്ങൾ നടത്തി. 2004 യാസർ അറാഫത്ത് മരിക്കുകയല്ല, കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാണ് പറയുന്നത്. കാരണം അറാഫത്തിന് വെള്ളം, വൈദ്യുതി തുടങ്ങി ഗസയിലെ സർവ്വ സൗകര്യങ്ങളും പിന്നെ നിഷേധിച്ചു. ഗസയിൽ ഇപ്പോഴും ഇലക്ട്രിസിറ്റിയും വെള്ളവും ഒക്കെ ഇസ്രായേലിന്റെ കയ്യിലാണ്. പലസ്തീൻ രാഷ്ട്രം, പലസ്തീൻ അതോറിറ്റി എന്ന് പറയുന്ന റമല്ല വെസ്റ്റ് ബാങ്ക് പ്രദേശത്ത് എന്ത് അതോറിറ്റിയാണ്? ഒരു അതോറിറ്റി ഇല്ല. മുക്കിന് പോസ്റ്റ് വെച്ച് ജനജീവിതത്തെ നിരന്തരം ഭീകരതയ്ക്കും ആധിപത്യത്തിനും വിധേയമാക്കുന്ന സാഹചര്യമാണ് അവിടെയുള്ളത്. അപ്പൊ ഇങ്ങനെ ഞാൻ പറയുന്നത്, ഈ ഓസ്ലോ കരാറ് പിന്നീട് ഒപ്പുവെച്ചതിന് ശേഷം അത് തകർക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് പുതിയ ശക്തികള് പിന്നെ ഉയർന്നു വരുന്നത്. ഹമാസ് 87 പിന്നെ ഉയർന്നു വന്ന ഒന്നാം ഇന്തിഫാദയുടെ ഭാഗമായി ഉയർന്നു വന്ന ശക്തിയാണ് ഹമാസ്. ഗസയിലെ
ഇപ്പം ഞാൻ ഈയിടെ വായിച്ച റിപ്പോർട്ട് അനുസരിച്ച് 17 ലക്ഷം ആളുകളിൽ 10 ലക്ഷം ആളുകൾ ഐക്യരാഷ്ട്രസഭയിൽ രജിസ്റ്റർ ചെയ്ത റെഫ്യൂജികളാണ്. എങ്ങനെയാണ് ഗസയിൽ ഇത്ര ജനസാന്ദ്രത ഉണ്ടാകുന്നത്? തെക്കൻ ഇസ്രായേലിൽ നിന്ന് ഈ അവരെ ആട്ടിപ്പായിക്കുന്ന ആളുകൾ, ഭൂമി കയ്യേറി കുടിയിറക്കപ്പെടുന്ന ആളുകൾ മുഴുവൻ താമസിക്കുന്ന പ്രദേശമാണ് ഗസ. അഭയാർത്ഥികൾക്ക് നേരെയാണ് ആക്രമണം. ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശത്തിന്റെ വലിയ നിയമങ്ങൾ കെട്ടിപ്പടുത്തിട്ട് പോലും ആ നിയമങ്ങൾ മുസ്ലിങ്ങൾക്ക് മനുഷ്യാവകാശം വേണ്ട, യൂറോപ്യന്മാർക്ക് മനുഷ്യാവകാശം മതി, യൂറോപ്പ് ഉണ്ടാക്കിയ ഈ യൂറോപ്യൻ ഉപഗ്രഹത്തിലുള്ളവർക്ക് മാത്രം മനുഷ്യാവകാശം മതി എന്നുള്ളൊരു നിലപാടിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇന്നലെ മിനിഞ്ഞാന്ന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ബ്ലിങ്കൻ അദ്ദേഹത്തിൻ്റെ വൈറ്റ് ഹൗസിൽ അദ്ദേഹം നടത്തിയ പത്രസമ്മേളനം ഞാൻ കേട്ടു. അദ്ദേഹം ആകെ ഏറ്റവും പ്രധാനപ്പെട്ട വേവലാതി ഹമാസിന്റെ റോക്കറ്റുകളെ കുറിച്ചാണ്. ആന്റണി ബ്ലിങ്കൻ. ജോ ബൈഡന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് അദ്ദേഹം ഇന്നും പറഞ്ഞിട്ടുള്ളത്? ഇസ്രായേലിലെ പ്രതിരോധിക്കാനുള്ള അവകാശത്തെ അദ്ദേഹം മാനിക്കുന്നു എന്നുള്ളതാണ്. അറബികൾക്ക് പ്രതിരോധിക്കാൻ അവകാശമില്ല, അറബികൾ കൂട്ടക്കൊല ചെയ്യപ്പെടേണ്ടവരാണ്, ആട്ടിയോടിക്കപ്പെടേണ്ടവരാണ്. ഈ ആശയം എവിടുന്നാ വരുന്നത്? ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഈ ആശയം വരുന്ന ഈ തരത്തിലുള്ള ആശയം അമേരിക്കൻ രാഷ്ട്രീയക്കാരെ, അമേരിക്കൻ കോൺഗ്രസ് അംഗങ്ങളെ, അമേരിക്കൻ ജനതയെ എന്നല്ല ലോകത്തുള്ള ക്രൈസ്തവ വിശ്വാസികളെ മുഴുവൻ ഈ തരത്തിൽ തെറ്റായ ആശയങ്ങളിലൂടെ ആശയക്കുഴപ്പത്തിലേക്ക് നയിക്കുന്ന ഒരു സാംസ്കാരിക സംഘം, ഈ ഫണ്ടമെന്റലിസ്റ്റ് ക്രിസ്ത്യൻ സയോണിസത്തിന്റെ രീതിയിൽ അതിനെ തീറ്റിപ്പോറ്റുന്ന, അപ്പം ആ തരത്തിൽ ഉള്ള ഭീകരമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്, കടന്നാക്രമണമാണ് സാംസ്കാരിക രംഗത്തും സാംസ്കാരികമായും രാഷ്ട്രീയമായും സൈനികമായും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹമാസാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണം എന്ന് ദൃശ്യമാധ്യമങ്ങൾ ദിവസേന കാണുന്ന ഒരാൾക്ക് പോലും ആ തരത്തിൽ പറയാൻ പറ്റില്ല. കാരണം ഇപ്പം ഉണ്ടായിട്ടുള്ള ഈ പ്രശ്നം തുടക്കം തൊട്ട് തന്നെ എല്ലാ മീഡിയയിലും വന്നിട്ടുള്ളതാണ്. അങ്ങനെ ലോകം മുഴുവൻ അത് പ്രചരിപ്പിച്ചിട്ട്, അങ്ങനെ അത് പ്രചരിപ്പിക്കുന്നവരെയാണ്, അത്തരം മീഡിയാസിന് നേരെയാണ് ബോംബാക്രമണം നടത്തുന്നത്. അപ്പം ലോകം മുഴുവൻ ഈ യാഥാർത്ഥ്യം പ്രചരിപ്പിച്ചിട്ട് പോലും ആ യാഥാർത്ഥ്യത്തെ മറ്റൊരു നുണപ്രചരണത്തിലൂടെ തോൽപ്പിക്കുക എന്നുള്ള സാമ്രാജ്യ തന്ത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ ഈ രാജ്യത്തെ ജനങ്ങൾ തയ്യാറാവണം. അവർ ഏത് വാദികളായാലും ശരി, ഹിന്ദുത്വവാദിയോ മറ്റേത് വാദിയോ ആയിക്കോട്ടെ, ഇത് ഈ തരത്തിലുള്ള സയനിസ്റ്റ് രാഷ്ട്രീയം മതത്തിന്റെ പേര് പറഞ്ഞ്, മതത്തിന്റെ പേര് പറഞ്ഞ് ജനങ്ങളെ മാസ്മറൈസ് ചെയ്യാണ്. മതത്തിന്റെ പേര് പറഞ്ഞ് യഥാർത്ഥ ഇതിന്റെ അടിയിൽ എന്താ ഉള്ളത്? അടിയിൽ ഈ ധനിക വർഗത്തിന്റെ, അവരുടെ രാഷ്ട്രീയത്തിന്റെ, മതേതരമായി മുഴുവൻ മനുഷ്യരെയും ചൂഷണം ചെയ്യാനും അവരെ കീഴ്പ്പെടുത്താനുമുള്ള അവരുടെ ഭ്രഷ്ടാചാരപരമായ രാഷ്ട്രീയത്തിന്റെ സിദ്ധാന്തമാണ്, അതിൻ്റെ പ്രയോഗമാണ് യഥാർത്ഥത്തിലുള്ളത്. പക്ഷെ സാധാരണക്കാരായ ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കാനും സാധാരണക്കാരായ ജനങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന ചെറുത്തുനിൽപ്പുകളെ ദുർബലമാക്കാനും പാകത്തിൽ ജനങ്ങൾക്കിടയിൽ വലിയ വിഭജനങ്ങൾ സൃഷ്ടിക്കുവാനും ആണ് അവർ ഈ തരത്തിലുള്ള മതപുരാണങ്ങളെ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പം ഇതിനെ നമ്മൾ വളരെ കൃത്യമായി തിരിച്ചറിയണമെന്നുള്ളതാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ഈ തരത്തിലുള്ള ശക്തികൾ രൂപപ്പെട്ടു വരുന്നുണ്ട്. പലസ്തീനിൽ ഇന്ന് നടക്കുന്ന പോരാട്ടം, ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ, ഇതൊക്കെ തന്നെ ഇന്ത്യയിൽ ജീവിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. നമുക്കതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. നമ്മുടെ വിചാരങ്ങളെ നമുക്ക് ഇത്തരം വിഷയത്തിലൂടെ കൂടുതൽ സമ്പുഷ്ടമാക്കാനും ലോകരാഷ്ട്രീയത്തെ കൃത്യമായി വായിച്ച് മനസ്സിലാക്കാനും അതെങ്ങനെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അതിൻ്റെ പ്രതിഫലനങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണകൾ രൂപീകരിക്കാനും ഈ ഘട്ടത്തിൽ നമ്മൾ പരിശ്രമിക്കണം. പൊരുതുന്ന പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എന്നെ ശ്രവിച്ച എല്ലാ സഹോദരങ്ങൾക്കും അഭിവാദ്യങ്ങൾ.